ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കിഷ്കിന്ധാപുരി റേഡിയോ സ്റ്റേഷൻ എന്ന സിനിമയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. സിനിമ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. വീഡിയോ അവസാനം വരെ കാണുക, കാരണം ഈ സിനിമയിൽ ഒരുപാട് ട്വിസ്റ്റുകളുണ്ട്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. സമയം കളയാതെ കഥ കേൾക്കാം. ഈ സിനിമ 1989 കിഷ്കിന്ധാപുരി എന്ന ഗ്രാമത്തിൽ ആരംഭിക്കുന്നു. ഗ്രാമത്തിന്റെ ഒരറ്റത്തുള്ള സുവർണമായ എന്ന റേഡിയോ സ്റ്റേഷൻ കാണിക്കുന്നു. ആ റേഡിയോ സ്റ്റേഷൻ ആരംഭിച്ച 6 പേർ അവർ റേഡിയോ സ്റ്റേഷനിൽ ചെയ്ത തെറ്റിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോഴാണ് അവർക്കൊരു പെൺകുട്ടി കരയുന്ന ശബ്ദം കേൾക്കുന്നത്. അവർ ഭയത്തോടെ ആ ശബ്ദം വരുന്നിടത്തേക്ക് പോകുന്നു. അപ്പോൾ ഒരു മിസ്റ്റീരിയസ് പവർ വന്ന് അവരുടെ ഒരു സുഹൃത്തിനെ കൊല്ലുന്നു. അത് കണ്ട മറ്റുള്ളവർ ഭയന്ന് റേഡിയോ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. അപ്പോൾ റേഡിയോയിൽ ഒരു പെൺകുട്ടി സംസാരിക്കുന്നു. ദാ, നിങ്ങൾക്കെവിടെയും പോകാൻ കഴിയില്ല, ഞാൻ നിങ്ങളെ എല്ലാവരെയും കൊല്ലാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞ് അവൾ അവരെ കൊല്ലുന്നു. അങ്ങനെ ആ 6 സുഹൃത്തുക്കളും ആ റേഡിയോ സ്റ്റേഷനിൽ വെച്ച് മരിക്കുന്നു. രംഗം മാറുമ്പോൾ 35 വർഷങ്ങൾക്ക് ശേഷം ഇന്നത്തെ കിഷ്കിന്ധാപുരി കാണിക്കുന്നു. അവിടെ നമ്മുടെ നായകൻ രാഘവ് ഗോസ്റ്റ് വാക്കിംഗ് ടൂർ എന്നൊരു ടൂർ നടത്തുന്നുണ്ട്. ഈ ടൂറിന് ആർക്കും പോകാം, പ്രത്യേകിച്ച് പ്രേതങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ ടൂറിൽ പങ്കെടുക്കാം. ആക്ച്വലായിട്ട് നായകൻ രാഘവ് ടൂറിന് വരുന്നവരെ ഒരു ഹോണ്ടഡ് ഹൌസിലേക്ക് കൊണ്ടുപോയി പ്രേതങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ മുരുകൻ, ആത്രയ എന്നീ 2 ലോക്കോ പൈലറ്റ്സിനെ കാണിക്കുന്നു. അവർ രണ്ടുപേരും രാഘവ് നടത്തുന്ന ഗോസ്റ്റ് വാക്കിംഗ് ടൂറിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുന്നു. അടുത്ത രംഗത്തിൽ കിഷ്കിന്ധാപുരിയിൽ ശ്രീരാമന്റെ ഉത്സവങ്ങൾ നടക്കുകയാണ്. അവിടെ നമ്മുടെ നായിക മൈഥിലിയെ കാണിക്കുന്നു. അവൾ ദൈവത്തെ പ്രാർത്ഥിക്കുന്നത് കണ്ട് അവിടുത്തെ ആളുകൾ ഷോക്കുമായി, നിങ്ങൾ പ്രേതങ്ങളുടെ അടുത്തേക്ക് പോകുന്നവരല്ലേ, എന്നിട്ടും ദൈവത്തെയും പ്രാർത്ഥിക്കുമോ എന്ന് ചോദിക്കുന്നു. അതെ, ദൈവം നമുക്ക് തുണയായതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ പ്രേതങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് എന്ന് അവൾ പറയുന്നു. ശരി മഡം, ഗോസ്റ്റ് ഹണ്ടിങ്ങിന് സമയമായി, ഇനി എപ്പോൾ പോകണം എന്ന് ചോദിക്കുമ്പോൾ, കുറച്ചു നേരം നിൽക്കൂ, എന്റെ സുഹൃത്ത് വരാനുണ്ട്, അതിനുശേഷം നമുക്ക് ഒരുമിച്ച് പോകാം എന്നവൾ പറയുന്നു. അതേസമയം ഉത്സവസ്ഥലത്ത് ഒരു കുട്ടി ഒരു കുരങ്ങനെ കല്ലെറിയുന്നു. ആ കുരങ്ങന്റെ അമ്മ വന്ന് കുട്ടിയെ പിന്തുടരുന്നു. കുട്ടി ഭയന്നോടുമ്പോൾ നമ്മുടെ നായകൻ വന്ന് അവനെ രക്ഷിക്കുന്നു. അതിനുശേഷം മറ്റു കുരങ്ങുകൾ വന്ന് ഉത്സവത്തിൽ ബഹളമുണ്ടാക്കുന്നു. അപ്പോൾ അപ്രതീക്ഷിതമായി ഒരു ഫയർ ആക്സിഡന്റ് സംഭവിക്കുകയും ഒരു കുരങ്ങൻ കുട്ടി തീയിൽ അകപ്പെടുകയും ചെയ്യുന്നു. രാഘവ് ഉടൻ തന്നെ പോയി ആ കുരങ്ങൻ കുട്ടിയെ രക്ഷിക്കുന്നു. അവിടെയുണ്ടായിരുന്ന ഒരു പൂജാരി രാഘവ് ചെയ്ത നല്ല കാര്യത്തിന് അവനെ പ്രശംസിക്കുകയും ഒരു ബ്രേസ്ലെറ്റ് അവന്റെ കയ്യിൽ കെട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പിന്നീട് രാഘവ് ഗോസ്റ്റ് വാക്കിംഗ് ടൂറിൽ വന്ന എല്ലാവരെയും ഒരു ഹോണ്ടഡ് പ്ലേസിലേക്ക് കൊണ്ടുപോകുന്നു. എല്ലാവരും പ്രേതത്തെ കാണാമോ എന്ന ആകാംക്ഷയിലാണ്. രാഘവ് അവരെ ചെറുതായി ഭയപ്പെടുത്തി സുനന്ദ നിലയം എന്ന വീടിന്റെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. അവരുടെ കയ്യിൽ ഒരു ഗോസ്റ്റ് ഡിറ്റക്ടർ ഉണ്ട്. ആ ഡിറ്റക്ടറിൽ ലൈറ്റ് വരുമ്പോൾ വീട്ടിൽ പ്രേതമുണ്ടെന്ന് മനസ്സിലാകും. അപ്പോൾ അവർക്ക് ഒരു പ്രേതത്തെ കാണാൻ കഴിയുന്നു. പക്ഷേ രാഘവ് ആ പ്രേതത്തോട് നിശബ്ദമായി പോകാൻ പറയുന്നു. തുടർന്ന് രാഘവ് ടൂറിന് വന്നവരോട് സംസാരിച്ച്, സത്യത്തിൽ ഈ വീട്ടിൽ ഒരു പ്രേതവുമില്ല, നിങ്ങൾക്ക് പ്രേതമുണ്ടെന്ന് തോന്നുന്നതാണ് എന്ന് പറഞ്ഞ് ആ വീട്ടിലെ ഗോസ്റ്റായിരുന്ന സുനന്ദയെക്കുറിച്ച് പറയുന്നു. തുടർന്ന് അവരെ കൂടുതൽ അകത്തേക്ക് കൊണ്ടുപോകുന്നു. അകത്ത് ഒരു കട്ടിലിനെ റിമോട്ട് ഉപയോഗിച്ച് നിയന്ത്രിച്ച് ആ കട്ടിൽ മുകളിലേക്ക് ഉയർത്തി എല്ലാവരെയും ഭയപ്പെടുത്തുന്നു. അവിടെയുണ്ടായിരുന്ന വിഹാരിക്ക് ഇത് വിചിത്രമായി തോന്നുന്നു. കാരണം അവൻ അവസാനമായി വന്നപ്പോഴും ഇതേ ഹോണ്ടഡ് ഹൌസിലേക്കാണ് കൊണ്ടുപോയത്. അന്ന് രാഘവ് വേറെ കഥയാണ് പറഞ്ഞത്. ഇപ്പോൾ മറ്റൊരു കഥ പറയുന്നു. അതോടെ ഇത് മുഴുവൻ ഫേക്കാണെന്ന് വിഹാരിക്ക് തോന്നുന്നു. അപ്പോഴാണ് ഒരു പ്രേതത്തെ കാണുന്നത്. അതോടെ വിഹാരി അവിടുന്ന് പുറത്തേക്ക് വരുന്നു. അതിനുശേഷം രാഘവ് എല്ലാവരെയും കൂട്ടി അവിടുന്ന് പോകുന്നു. ആക്ച്വലായിട്ട് രാഘവ് എന്താണ് ചെയ്യുന്നതെന്നാൽ ഗോസ്റ്റ് വാക്കിംഗ് ടൂർ എന്ന് പറഞ്ഞ് മുൻകൂട്ടി ഗോസ്റ്റുകളെയും ഹൊറർ മൊമെന്റ്സും ഉണ്ടാക്കി അവരെ മനഃപൂർവ്വം ഭയപ്പെടുത്തുകയാണ്. കാരണം യഥാർത്ഥത്തിൽ പ്രേതങ്ങളില്ലല്ലോ. അതുകൊണ്ട് ആളുകൾക്ക് പ്രേതങ്ങളെക്കുറിച്ചുള്ള ഭയം മാറ്റാനായിട്ടാണ് അവൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി മൈഥിലിയുടെ കാര്യത്തിലേക്ക് വന്നാൽ, അവൾ രാഘവിന്റെ റിലേഷനിലാണ്. അടുത്ത ദിവസം വീണ്ടും ഗോസ്റ്റ് വാക്കിംഗ് ടൂർ നടത്തുന്നു. ഈ തവണ മറ്റൊരു വ്യക്തി വന്ന് അവരുടെ ടൂറിൽ ചേരുന്നു. ആക്ച്വലായിട്ട് അവന്റെ ഭാര്യ 1 വർഷം മുമ്പ് മരിച്ചുപോയിരുന്നു. അതുകൊണ്ട് ഭാര്യയെ കാണാനാണ് അവൻ വരുന്നത്. അതായത് യഥാർത്ഥത്തിൽ പ്രേതങ്ങളുണ്ടെങ്കിൽ ഭാര്യയെ വിളിച്ച് സംസാരിക്കാമെന്ന് അവൻ കരുതുന്നു. അതുകൊണ്ടാണ് അവൻ അവരുടെ ടൂറിൽ ചേരുന്നത്. അവൻ പറഞ്ഞത് കേട്ടപ്പോൾ രാഘവും എല്ലാവരും ഷോക്കാകുന്നു. അതിനുശേഷം അവർ ഒരു ഹോണ്ടഡ് പ്ലേസ് തെരഞ്ഞെടുക്കുന്നു. അത് സുവർണമായ റേഡിയോ സ്റ്റേഷനാണ്. അങ്ങനെ അവർ അവിചാരിതമായി റേഡിയോ സ്റ്റേഷൻ തെരഞ്ഞെടുക്കുന്നു. എല്ലാവരും കൂടി ഒരു വാനിൽ സുവർണമായ റേഡിയോ സ്റ്റേഷനിലേക്ക് പോകുന്നു. അവരുടെ കൂടെ ഒരു ചെറിയ കുട്ടിയും പോകുന്നു. ആ കുട്ടി രാഘവിന്റെ അടുത്ത വീട്ടിലാണ് താമസിക്കുന്നത്. അവളുടെ പേരന്റ്സ് വീട്ടിലില്ലാത്തതുകൊണ്ട് അവൾ രാഘവിന്റെ കൂടെ പോകുന്നു. രാഘവ് എല്ലാവരെയും റേഡിയോ സ്റ്റേഷന്റെ അടുത്ത് കൊണ്ടുപോയി വീണ്ടും ഭയപ്പെടുത്താൻ തുടങ്ങുന്നു. നോക്കൂ, ഇന്നു മുതൽ നിങ്ങൾ പ്രേതത്തിന്റെ പേര് കേട്ടാൽ തന്നെ ഭയപ്പെടും. കാരണം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രേതത്തെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വെഹിക്കിൾ പുറത്തു നിർത്തിയിട്ട് വാതിലിന്റെ അടുത്തേക്ക് പോകുന്നു. അവിടെയുള്ള വാതിൽ പൂജകൾ ചെയ്ത് അടച്ചിട്ടിരിക്കുകയാണ്. അവിടെയുള്ള പൂട്ട് തൊട്ടപ്പോൾ റെയിൽവേ ട്രാക്കിലുള്ള ഒരു ആത്മാവ് വളരെ ഹാപ്പിയായി ചിരിക്കുന്നു. ഇവിടെ രാഘവ് അടുത്തുള്ള ഒരു തൃശൂലം കൊണ്ട് പൂട്ട് പൊളിച്ച് വാതിൽ തുറന്ന് എല്ലാവരെയും അകത്തേക്ക് കൊണ്ടുപോകുന്നു. ടൂറിന് വന്ന് എല്ലാവരും വീടിന്റെ അകത്ത് കയറി വീട് മുഴുവൻ നോക്കുന്നു. അപ്പോൾ രാഘവ് സുവർണമായെക്കുറിച്ച് പറയുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, സുവർണമായ എന്നത്
വെവ്വേറെയല്ല. സുവർണമായ എന്ന പേരിൽ 2 പെൺകുട്ടികളുണ്ടായിരുന്നു. അവർ ഇരട്ടകളാണ് എന്ന് പറഞ്ഞ് അവിടെയുള്ള എല്ലാവരെയും ഭയപ്പെടുത്തുന്നു. രാഘവ് പറയുന്നത് അവിടെയുള്ള വിഹാരി ഒഴികെ എല്ലാവരും വിശ്വസിക്കുന്നു. ആക്ച്വലായിട്ട് രാഘവ് എല്ലാ തവണയും ഓരോ പുതിയ കഥകൾ പറയുന്നതുകൊണ്ട് വിഹാരിക്ക് സംശയങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ പ്രേതങ്ങളൊന്നുമില്ല, ഇവർ തമാശ കാണിക്കുകയാണെന്നും വിഹാരിക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് അവൻ രാഘവിന്റെ അടുത്ത് വന്ന് യഥാർത്ഥ പ്രേതമുണ്ടെങ്കിൽ കാണിക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ മൈഥിലി യഥാർത്ഥ പ്രേതമുണ്ടെങ്കിൽ എന്തിനു കാണിക്കണം? ആക്ച്വലായിട്ട് ഈ വീട്ടിലുള്ള പ്രേതം റേഡിയോയിലാണുള്ളത് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ റേഡിയോ ഓൺ ചെയ്യൂ എന്ന് അവർ ആവശ്യപ്പെടുന്നു. ശരി, ഓൺ ചെയ്യാമെന്ന് പറഞ്ഞ് റേഡിയോ സ്റ്റേഷനിലെ ബട്ടൺസ് എല്ലാം ഓൺ ചെയ്യുന്നു. പക്ഷേ പ്രേതം വരാത്തതുകൊണ്ട് ഇതെല്ലാം ഫേക്കാണെന്ന് കരുതി എല്ലാവരും അവിടുന്ന് പോകാൻ തീരുമാനിക്കുന്നു. പക്ഷേ അപ്പോഴേക്കും വീട്ടിലെ ലൈറ്റ്സ് എല്ലാം ഓണാകുന്നു. അതുപോലെ റേഡിയോയിൽ അവർക്ക് ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേൾക്കുന്നു. അവൾ പറയുന്നത് എനിക്കൊരുപാട് കാലത്തിനുശേഷം ഫ്രീഡം കിട്ടിയെന്ന് പറഞ്ഞ് ഹാപ്പി അയച്ചിരിക്കുന്നു. ഇത് കണ്ടിട്ട് അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. ആരാണ് സംസാരിക്കുന്നത്, എവിടെ നിന്നാണ് സംസാരിക്കുന്നത് എന്നറിയാതെ അവർ ഭയന്ന് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. പക്ഷെ ആ ആത്മാവ് സാധനങ്ങളെല്ലാം തല്ലിപ്പൊട്ടിച്ച് അവരെ ഭയപ്പെടുത്തുന്നു. രാഘവിനും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അവൻ ഉടൻ തന്നെ മൈഥിലിയെയും മറ്റുള്ളവരെയും പുറത്തേക്ക് വിടാൻ ശ്രമിക്കുന്നു. എന്നിട്ട് അവിടെയുള്ള ഒരു വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ പുറത്ത് മൈഥിലി അലറുന്നത് കേട്ട് അവൻ ഓട്ടി പുറത്തേക്ക് വരുന്നു. പുറത്ത് അവർ കൊണ്ടുവന്ന വൻ കത്തിപ്പോവുകയാണ്. അപ്പോഴേക്കും റേഡിയോ സ്റ്റേഷന്റെ വാതിലുകളും ഓട്ടോമാറ്റിക്കലി അടയുന്നു. അതുപോലെ ആ പ്രേതം എല്ലാവർക്കും വാർണിംഗ് കൊടുക്കുന്നു. നിങ്ങൾ എന്റെ റേഡിയോ സ്റ്റേഷനിലേക്ക് വന്നതുകൊണ്ട് നിങ്ങളെ കൊല്ലാനുള്ള പരിപാടി ഞാൻ തുടങ്ങുകയാണ്. ഒരാളെയും ഞാൻ വെറുതെ വിടില്ല, എല്ലാവരെയും കൊല്ലും എന്ന് പറയുന്നു. രാഘവ് ആ ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടെത്താനായി അകത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. പക്ഷേ മൈഥിലി ഇന്നു വേണ്ട, പിന്നീട് നോക്കാമെന്ന് പറയുന്നു. അടുത്ത ദിവസം രാവിലെ അവർ ടീ കുടിക്കാനായി പോയി ഇന്നലെ നടന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു. മൈഥിലിയാണെങ്കിൽ ഒരുപാട് ഭയന്നിരിക്കുകയാണ്. സത്യത്തിൽ ഇന്നലെ നടന്നത് നമ്മൾ ഉണ്ടാക്കിയതല്ലോ, അവിടെ ശരിക്കും പ്രേതമുണ്ടായിരിക്കുമോ എന്ന് രാഘവിനോട് ചോദിക്കുമ്പോൾ രാഘവ് അതിനെ സീരിയസ് ആയി എടുക്കുന്നില്ല. ശരിക്കും പ്രേതമുണ്ടെങ്കിൽ അത് വളരെ ഹാപ്പിയല്ലേ, നമ്മുടെ കൂടെ വന്നവർക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് കിട്ടും, അതുപോലെ യഥാർത്ഥ പ്രേതത്തെ കണ്ടവരാകുമല്ലോ എന്ന് പറയുന്നു. അവർ അങ്ങനെ സുവർണമായ റേഡിയോ സ്റ്റേഷനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെയുള്ള ഒരു കുട്ടി അത് കേട്ട് ഭയന്ന് രാഘവിന്റെ അടുത്തേക്ക് വന്ന്, അണ്ണാ, നിങ്ങൾ എന്തിനാണ് സുവർണമായയിലേക്ക് പോയത്? ഉടൻ തന്നെ നിങ്ങൾ വീട്ടിൽ പോയി മഞ്ഞൾ വെള്ളത്തിൽ കുളിക്കുകയും നിങ്ങൾ ധരിച്ച വസ്ത്രങ്ങളെല്ലാം പൂർണ്ണമായി കത്തിക്കുകയും ദൃഷ്ടിയെടുക്കുകയും ചെയ്യണം എന്ന് പറയുന്നു. ഡാ കുട്ട, ഇതൊക്കെ എന്തിനാണ് ഞങ്ങളോട് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ, അണ്ണാ, അവിടെ പ്രേതമുണ്ടെന്ന് എന്റെ അമ്മ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ചെയ്യണം എന്ന് പറഞ്ഞ് അവൻ പോകുന്നു. എന്നിട്ടും രാഘവ് ഇത് സീരിയസ് ആയി എടുക്കുന്നില്ല. ഒരു ചെറിയ കുട്ടിയല്ലേ, അവന്റെ അമ്മ അവനോട് കഥകൾ പറഞ്ഞിട്ടുണ്ടാകും. അതേ കഥകളാണ് അവൻ നമ്മളോട് പറയുന്നത്. ഒരുപക്ഷെ ശരിക്കും അവിടെ പ്രേതമുണ്ടെങ്കിൽ അതിന്റെ പണി അത് ചെയ്യും, നമ്മുടെ പണി നമ്മൾ ചെയ്യാമെന്ന് പറയുന്നു. അടുത്ത രംഗത്തിൽ ലോക്കോ പൈലറ്റ്സ് ട്രെയിൻ ഓടിച്ചുകൊണ്ടുപോകുന്നു. അപ്പോഴാണ് അവർക്ക് ഒരു റെഡ് സിഗ്നൽ കാണുന്നത്. അതോടെ അവർ കാടിന്റെ നടുവിൽ നിൽക്കുന്നു. കാട്ടിൽ റെഡ് സിഗ്നൽ കണ്ടപ്പോൾ അവർക്ക് കുറച്ച് സംശയം തോന്നുന്നു. അപ്പോൾ അവരുടെ കയ്യിലുള്ള റേഡിയോ ഓണാകുന്നു. റേഡിയോ ഓണായപ്പോൾ ഒരു വയസ്സായ സ്ത്രീ വന്ന് വിശക്കുന്നു, ആഹാരം തരൂ എന്ന് യാചിക്കുന്നു. അത് കണ്ട് മുരുകൻ ഭയന്ന് വാതിലടയ്ക്കുന്നു. കാരണം അവർ ഇരിക്കുന്ന എഞ്ചിൻ വളരെ ഉയരത്തിലാണ്. എന്നിട്ടും ആ വയസ്സായ സ്ത്രീയുടെ കൈ എങ്ങനെ എഞ്ചിനിന്റെ മുകളിലെത്തിയെന്ന് അവർക്ക് മനസ്സിലാകാതെ ഭയപ്പെടുന്നു. കൃത്യം അപ്പോൾ ആ സ്ത്രീ അപ്രത്യക്ഷയാകുന്നു. വീണ്ടും ആ സ്ത്രീ റേഡിയോയിൽ സംസാരിച്ച് അവരെ ഭയപ്പെടുത്തി കൊല്ലുന്നു. അടുത്ത ദിവസം രാഘവിന്റെ അടുത്ത വീട്ടിലെ കുട്ടിയുടെ കയ്യിൽ ഒരു പേഴ്സ് കാണുന്നു. ഈ പേഴ്സ് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് രാഘവ് ചോദിച്ചപ്പോൾ, ഇന്നലെ റേഡിയോ സ്റ്റേഷനിലേക്ക് പോയില്ലേ, അവിടെ നിന്നാണ് കിട്ടിയത് എന്ന് പറയുന്നു. അപ്പോഴാണ് വിഹാരി രാഘവിനെ വിളിച്ച്, ഇന്നലെ നമ്മുടെ കൂടെ വന്ന മുരുകനും ആത്രേയും മരിച്ചുപോയി, അവരുടെ മരണം നാച്ചുറൽ ഡെത്തായി തോന്നുന്നില്ല, തീർച്ചയായും പ്രേതം അവരെ കൊന്നതായിരിക്കുമെന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ രാഘവ് ഷോക്കാകുന്നു. ഉടൻ തന്നെ അവർ മരിച്ച സ്ഥലത്ത് പോയി എല്ലാം ചെക്ക് ചെയ്യുന്നു. അവിടെ ഒരു സ്വാസ്റ്റിക് സിംബൽ കാണുന്നു. അതായത് ആ പ്രേതം അവരെ കൊന്നിട്ട് അവരുടെ ബോഡികളെ സ്വാസ്റ്റിക് സിംബോളിന്റെ ആകൃതിയിൽ വെച്ചിരിക്കുന്നു. അതിനുശേഷം രാഘവ് റേഡിയോ സ്റ്റേഷനിൽ പോയി എന്തെങ്കിലും ക്ലൂസ് കിട്ടുമോ എന്ന് നോക്കുന്നു. അകത്ത് രാഘവിന് ഒരു ന്യൂസ് പേപ്പർ, ഓക്സിജൻ സിലിണ്ടർ, അതുപോലെ ഒരു ലൈറ്റ് കാണുന്നു. ആ ലൈറ്റ് എടുത്ത് വീട് മുഴുവൻ നോക്കുന്നു. അവിടെ ഭിത്തിയിൽ സ്വാസ്റ്റിക് സിംബൽ കാണുന്നു. അതിനുശേഷം വീട്ടിൽ വന്ന് മൈഥിലിയോടും മറ്റുള്ളവരോടും പറയുന്നു, നോക്കൂ, നമ്മുടെ കൂടെ വന്നവർ മരിച്ചുപോയി, അതുപോലെ അവരെ കൊന്നയാൾ സ്വാസ്റ്റിക് സിംബോളിന് പകരം ക്രോസ് സ്വാസ്റ്റിക് സിംബോൾ ഉണ്ടാക്കി അവരെ കൊല്ലുന്നു. ഈ ക്രോസ് സ്വാസ്റ്റിക് സിംബോൾ വെറുപ്പിന്റെ ചിഹ്നമായിട്ടാണ് ഉപയോഗിക്കുന്നത്. സത്യത്തിൽ കൊന്നവന് ആരോടാണ് ദേഷ്യം? അവന്റെ മോട്ടീവ് എന്താണ്? നമ്മുടെ കൂടെ വന്നവരെ എന്തിനാണ് കൊന്നത് എന്ന് അവൻ ചിന്തിക്കുന്നു. അപ്പോഴാണ് റേഡിയോയിൽ പ്രേതം സംസാരിക്കുന്നത്. 11 പേരിൽ 2 പേരെ ഞാൻ കൊന്നു, ബാക്കിയുള്ള 9 പേരെയും ഞാൻ ഉടൻ തന്നെ കൊല്ലും. തൽക്കാലം നിങ്ങളുടെ ഗാങ്ങിലുള്ള വീരഭദ്രനെ കൊല്ലാനായി ഞാൻ പോകുന്നു എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ രാഘവ് എങ്ങനെയെങ്കിലും വീരഭദ്രനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഉടൻ തന്നെ വീരഭദ്രന്റെ നമ്പറിൽ വിളിച്ച് സുരക്ഷിതമായിരിക്കാൻ പറയാൻ ശ്രമിക്കുന്നു. പക്ഷേ അവന്റെ ഫോൺ റീച്ചിലല്ല. മറ്റൊരു വശത്ത് വീരഭദ്രനെ കാണിക്കുന്നു. അവനൊരു ബിൽഡിംഗിൽ ജോലി ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു. അവൻ മുകളിൽ പോയി നോക്കുന്നു. മുകളിൽ ഒരു സ്ത്രീയുടെ സാരി കാണുന്നു. ആ സാരിയുടെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ
അവന്റെ ഭാര്യയെ കാണുന്നു. അവൾ പ്രേതമായി മാറി വീരഭദ്രനെ കൊല്ലുന്നു. പാവം വീരഭദ്രനെ രക്ഷിക്കാൻ രാഘവ് വളരെ വേഗത്തിൽ വരുന്നു. പക്ഷെ അതിനു മുമ്പ് ആ പ്രേതം അവനെ കൊന്നിരുന്നു. വീരഭദ്രൻ മരിച്ചപ്പോൾ വീണ്ടും അവന്റെ ബോഡിക്ക് താഴെ ക്രോസ് സ്വാസ്റ്റിക് സിംബോൾ കാണുന്നു. അവൻ മരിച്ചത് കണ്ട് രാഘവ് ഒരുപാട് കരയുന്നു. അതുപോലെ ഇനി നടക്കാൻ പോകുന്ന മരണങ്ങളെ എങ്ങനെയെങ്കിലും തടയാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് രാഘവിന് ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. ഉടൻ തന്നെ ആ കുട്ടി താമസിക്കുന്ന ഗ്രാമത്തിൽ പോയി ആ സുവർണമായ റേഡിയോ സ്റ്റേഷനെക്കുറിച്ച് അറിയാനായി കുട്ടിയുടെ അമ്മയുടെ അടുത്ത് പോയി റേഡിയോ സ്റ്റേഷനെക്കുറിച്ച് ചോദിക്കുന്നു. അവൾ നേരെ ഒരു ചോദ്യം ചോദിക്കുന്നു. റേഡിയോ സ്റ്റേഷന്റെ അകത്തേക്ക് എത്ര പേർ പോയി, അതുപോലെ എത്ര പേർ മരിച്ചു എന്ന് ചോദിക്കുന്നു. അവൾ അങ്ങനെ ചോദിച്ചപ്പോൾ രാഘവ് ഷോക്കുമായി. മേഡം, എന്റെ ഗ്യാങ്ങിലുള്ളവർ മരിച്ചുപോയെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതുപോലെ ഈ മരണങ്ങൾക്ക് റേഡിയോ സ്റ്റേഷനുമായി എന്ത് ബന്ധമാണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നു, ആക്ച്വലായിട്ട് 35 വർഷം മുമ്പ് കുറച്ചുപേർ കിഷ്കിന്ധാപുരിയിൽ ഒരു റേഡിയോ സ്റ്റേഷൻ സ്ഥാപിച്ച് വേദവതി എന്ന പെൺകുട്ടിയുടെ വോയിസ് തെരഞ്ഞെടുത്ത് റേഡിയോയിൽ എല്ലാവർക്കും കേൾപ്പിച്ചു. അതുപോലെ ആ കുട്ടി ന്യൂസ് പറയുമ്പോൾ അത് കേൾക്കാൻ വളരെ നന്നായിരുന്നു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സുവർണമായ സ്ഥാപിച്ച 6 പേരെ ആരോ ക്രൂരമായി കൊന്നു. അവരുടെ മരണ നിലവിളികൾ എല്ലാവർക്കും റേഡിയോയിൽ കേൾക്കാമായിരുന്നു. അതുപോലെ അവർ മരിച്ചതിനു ശേഷം ആ റേഡിയോ സ്റ്റേഷനിൽ വിചിത്രമായ നിലവിളികൾ കേട്ടു. അതുകൊണ്ടാണ് കുറച്ച് സ്വാമിമാർ വന്ന് റേഡിയോ സ്റ്റേഷൻ പൂർണ്ണമായി അടച്ചുപൂട്ടിയത്. അതിനുശേഷം റേഡിയോയിൽ ഞങ്ങൾക്ക് ഒരു നിലവിളിയും കേട്ടിട്ടില്ല. എല്ലാം ശാന്തമായിരുന്നു. പക്ഷെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മരണവാർത്ത കേട്ടു എന്ന് അവൾ പറയുന്നു. അതിനുശേഷം രാഘവ് വേദവതി എങ്ങനെയാണ് മരിച്ചതെന്ന് മനസ്സിലാക്കുന്നു. വേദവതിയുടെ പേരുള്ള ഒരു ആർട്ടിക്കിൾ എടുത്ത് അവൾ 1989 സൂസൈഡ് ചെയ്ത് മരിച്ചെന്ന് മനസ്സിലാക്കുന്നു. ആക്ച്വലായിട്ട് അതേ 1989 തന്നെയാണ് ആ റേഡിയോ സ്റ്റേഷൻ സ്ഥാപിച്ചവരും മരിച്ചത്. അതുകൊണ്ട് ആ സ്റ്റേഷനിൽ എന്താണ് സംഭവിച്ചതെന്ന് രാഘവിന് മനസ്സിലാകുന്നില്ല. ഇനി അവന്റെ ടീമിലുള്ള എല്ലാവരെയും എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ അവൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് അന്നെടുത്ത വീഡിയോകൾ നോക്കി എന്തെങ്കിലും ക്ലൂസ് കിട്ടുമോ എന്ന് നോക്കുന്നു. അപ്പോഴാണ് അവനൊരു വിചിത്രമായ പാറ്റേൺ ശ്രദ്ധിക്കുന്നത്. ആക്ച്വലായിട്ട് ആ റേഡിയോ സ്റ്റേഷനിലേക്ക് ആദ്യം പോയത് ലോക്കോ പൈലറ്റ്സ് ആണ്. അതുകൊണ്ടാണ് ആദ്യം ആ ലോക്കോ പൈലറ്റ്സിനെ കൊന്നത്. അതിനുശേഷം വീരഭദ്രനാണ് പോയത്. അതുകൊണ്ട് അവനെയും കൊന്നു. അവർക്ക് ശേഷം വീട്ടിലേക്ക് പോയത് വിഹാരിയാണെന്ന് മനസ്സിലാക്കി എങ്ങനെയെങ്കിലും വിഹാരിയെയും ബാക്കിയുള്ളവരെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഉടൻ തന്നെ മൈഥിലിയെ പുറത്തേക്ക് വിട്ട് ടൂറിന് ആരൊക്കെയാണ് വന്നത് അവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരാൻ പറയുന്നു. അതിനുശേഷം വീണ്ടും വീഡിയോ ചെക്ക് ചെയ്യുന്നു. കാരണം ആദ്യം കണ്ട വീഡിയോയിൽ ചെറിയ കുട്ടി മോക്ഷയെ കാണുന്നില്ല. ഉടൻ തന്നെ വീഡിയോ സൂം ചെയ്ത് നോക്കിയപ്പോൾ വിഹാരിയേക്കാൾ മുമ്പേ അവളാണ് വീട്ടിലേക്ക് പ്രവേശിച്ചതെന്ന് മനസ്സിലാക്കുന്നു. മോക്ഷ വിഹാരിയുടെ കൺമുമ്പിൽ റേഡിയോ സ്റ്റേഷനിലേക്ക് പോയെന്ന് മനസ്സിലായപ്പോൾ ഉടൻ തന്നെ മോക്ഷയെ രക്ഷിക്കാൻ അവളുടെ വീട്ടിലേക്ക് പോകുന്നു. ഇവിടെ മോക്ഷയെ ആ പ്രേതം ഭയപ്പെടുത്തുന്നു. രാഘവ് വന്നു നോക്കുമ്പോൾ മോക്ഷവായുവിൽ ഉയർന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും മോക്ഷയെ രക്ഷിക്കാൻ വാതിൽ തകർത്തകത്തു കയറി അവളെ രക്ഷിക്കുന്നു. അതുപോലെ നിന്നെ കൊല്ലാൻ വന്ന ആളുടെ മുഖം കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ കണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവനെ കാണാൻ എങ്ങനെയുണ്ടാകും എന്ന് ചോദിച്ചപ്പോൾ മോക്ഷ പറയുന്നു. അവൾ പറഞ്ഞത് കേട്ടപ്പോൾ രാഘവ് ഷോക്കാകുന്നു. ഉടൻ തന്നെ മൈഥിലിയെ വിളിച്ച് എല്ലാവരെയും കൂട്ടി റേഡിയോ സ്റ്റേഷനിലേക്ക് വരാൻ പറയുന്നു. രാഘവ് പറഞ്ഞതുപോലെ അവൾ എല്ലാവരെയും കൂട്ടി റേഡിയോ സ്റ്റേഷനിലേക്ക് വരുന്നു. ആക്ച്വലായിട്ട് ആ 11 പേർ ആദ്യമായി ഇവിടെ വന്നപ്പോൾ വീട്ടിലുണ്ടായിരുന്ന റേഡിയോകൾ എടുത്തുകൊണ്ടുപോയിരുന്നു. ഇപ്പോൾ വീണ്ടും ആ റേഡിയോകൾ കൊണ്ടുവന്ന് കത്തിക്കുന്നു. അപ്പോൾ ഒരു വലിയ ട്വിസ്റ്റ് റിവീലാകുന്നു. ആക്ച്വലായിട്ട് ആ റേഡിയോയിൽ സംസാരിക്കുന്നത് പെൺകുട്ടിയല്ല, ഒരു ആൺകുട്ടിയാണ്. അവൻ എല്ലാ ദിവസവും പെൺകുട്ടിയെപ്പോലെ സംസാരിച്ച് എല്ലാവരെയും ടോർച്ചർ ചെയ്യുകയായിരുന്നു. സത്യം മനസ്സിലാക്കിയ രാഘവിന് അവനോട് ഒരുപാട് ദേഷ്യം വന്ന് ആ ആത്മാവിനെ ചീത്ത പറയുന്നു. ഡാ ഭ്രാന്ത, നീ പെൺകുട്ടിയല്ല, ഒരു ആണാണ് എന്ന് എനിക്ക് മനസ്സിലായി. ചെറിയ കുട്ടിയെപ്പോലും വെറുതെ വിടാതെ കൊല്ലാൻ ശ്രമിച്ചല്ലോ എന്ന് പറഞ്ഞ് ഒരുപാട് ചീത്ത പറഞ്ഞ് അവിടെയുള്ള എല്ലാവർക്കും അവന്റെ ഫോട്ടോ കാണിക്കുന്നു. ആക്ച്വലായിട്ട് മോക്ഷ അന്ന് റേഡിയോ സ്റ്റേഷനിൽ നിന്ന് ഒരു പേഴ്സ് എടുത്തില്ലേ, അതേ പേഴ്സിൽ ഒരു ആൺകുട്ടിയുടെ ഫോട്ടോ കാണുന്നു. അവന്റെ മുഖം വളരെ വിചിത്രമായതുകൊണ്ട് എല്ലാവരും ഷോക്കാകുന്നു. അതുപോലെ അവന്റെ ഫോട്ടോ അവനാണ് കത്തിക്കുന്നത്. രാഘവിന് അവനോട് ഒരുപാട് ദേഷ്യം വന്ന്, എടാ നീ ശരിക്കുമാണെങ്കിൽ ആദ്യം എന്നെ കൊല്ല്, അതിനുശേഷം എന്റെ ടീമിനെ കൊല്ല്, അല്ലെങ്കിൽ നീ ശരിക്കുമാണല്ല എന്ന് പറഞ്ഞ് ആ പ്രേതത്തെ പ്രകോപിപ്പിക്കുന്നു. രാഘവ് അങ്ങനെ പറഞ്ഞപ്പോൾ പാവം ആ പ്രേതം വിശ്രവപുത്രന് ശരിക്കും ദേഷ്യം വന്ന് അവന്റെ മുഖം എല്ലാവർക്കും കാണിച്ചുകൊടുത്ത് ഭ്രാന്തനെപ്പോലെ ചിരിച്ച് രാഘവിനെ കൊന്നിട്ടേ എല്ലാവരെയും കൊല്ലൂ എന്ന് പറയുന്നു. അവൻ പറഞ്ഞത് കേട്ടപ്പോൾ എല്ലാവരും ഭയന്ന് രാഘവിനെ ചീത്ത പറയുന്നു. കാരണം ഗോസ്റ്റ് വാക്കിംഗ് ടൂർ എന്ന് പറഞ്ഞ് യഥാർത്ഥ പ്രേതത്തെ കാണിച്ചപ്പോൾ എല്ലാവർക്കും ജീവിക്കാനുള്ള ആഗ്രഹമുണ്ടാകുന്നു. രാഘവ് എന്തിനാണ് ഗോസ്റ്റ് വാക്കിംഗ് ടൂർ നടത്തേണ്ടി വന്നതെന്ന് അവരോട് പറയുന്നു. അതുകൊണ്ട് ഇപ്പോഴും അവരുടെ ജീവൻ രക്ഷിക്കാൻ രാഘവ് അവന്റെ ജീവൻ തടസ്സമായി വെക്കുന്നു. അതിനുശേഷം ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി സുവർണമായ റേഡിയോ സ്റ്റേഷനെക്കുറിച്ച് ഇൻസ്പെക്ടറിനോട് ചോദിക്കുന്നു. ഇൻസ്പെക്ടർ സുവർണമായ എന്ന പേര് കേട്ടപ്പോൾ ഭയന്ന് അവർക്ക് അന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് പറയുന്നു. ആക്ച്വലായിട്ട് 6 പേർ മരിക്കുന്നതിനു മുമ്പ് വേദവതി പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒരാൾക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തിരുന്നു. അതിനുശേഷം അവൾ തൂങ്ങിമരിച്ചു എന്ന് പറഞ്ഞ് അകത്തുപോയി വേദവതിയുടെ കേസ് ഫയൽ തിരയുന്നു. അപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിന്റെ അടുത്തുള്ള ട്രാൻസ്ഫോമർ കത്തിപ്പോകുന്നു. അതുകൊണ്ട്
അതുകൊണ്ട് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് രാഘവ് റേഡിയോ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ ടോർച്ച് ലൈറ്റ് എടുക്കാനായി പോകുന്നു. അപ്പോൾ ആ പ്രേതം വന്ന് രാഘവിനെ ഭയപ്പെടുത്തി കൊല്ലാൻ ശ്രമിക്കുന്നു. പക്ഷേ രാഘവ് അവന്റെ കയ്യിലുള്ള ടോർച്ച് ലൈറ്റ് പ്രേതത്തിന്റെ മുഖത്തേക്ക് അടിക്കുന്നു. അവന്റെ മുഖത്തേക്ക് ടോർച്ച് ലൈറ്റ് അടിച്ചപ്പോൾ അവൻ ഭയന്ന് ടോർച്ച് ലൈറ്റ് ഓഫ് ചെയ്യാൻ പറയുന്നു. അവൻ വെളിച്ചം കണ്ട് ഭയന്ന് രാഘവിനെ ഒന്നും ചെയ്യാതെ പോകുന്നു. അപ്പോൾ രാഘവിന് മനസ്സിലാകുന്നു, ടോർച്ച് ലൈറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ പ്രേതത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. ഇതേ കാര്യം മൈഥിലിയോടും മറ്റുള്ളവരോടും പറയുന്നു. അപ്പോഴേക്കും ഇൻസ്പെക്ടർ വേദവതി കൊടുത്ത കംപ്ലയിന്റ് ഫയൽ എടുത്ത് രാഘവിന് കൊടുക്കുന്നു. രാഘവ് വേദവതിയുടെ വീട്ടിൽ പോയി അവളുടെ അച്ഛനോട് സംസാരിക്കുമ്പോൾ വേദവതിയുടെ അമ്മ വന്ന് മൈഥിലിയെ കണ്ട് വേദവതിയാണെന്ന് കരുതി വളരെ ഹാപ്പിയാകുന്നു. പക്ഷേ മൈഥിലി ആ സ്ത്രീയെ കണ്ട് ഒരുപാട് ഭയപ്പെടുന്നു. ആക്ച്വലായിട്ട് വേദവതി തൂങ്ങി മരിച്ചതുകൊണ്ട് അവളുടെ അമ്മയ്ക്ക് ഭ്രാന്തായിപ്പോയി. അടുത്തത് രാഘവ് വേദവതിയുടെ മുറിയിൽ പോയി എന്തെങ്കിലും ക്ലൂസ് കിട്ടുമോ എന്ന് നോക്കുന്നു. അവിടെ ഒരു സ്കൂൾ ഫോട്ടോ കാണുന്നു. ആ ഫോട്ടോയിൽ ഒരു കുട്ടി വളരെ വിചിത്രമായി തോന്നുന്നു. ആ കുട്ടിയെക്കുറിച്ച് വേദവതിയുടെ അച്ഛനോട് ചോദിക്കുമ്പോൾ അവൻ ആ കുട്ടിയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പക്ഷേ ആ കുട്ടികൾക്കെല്ലാം വിദ്യാഭ്യാസം നൽകിയ ഗുരുവിനെക്കുറിച്ച് പറഞ്ഞ് അദ്ദേഹത്തിന്റെ അടുത്ത് പോകാൻ പറയുന്നു. ഉടൻ തന്നെ രാഘവ് ഗുരുവിന്റെ അടുത്ത് പോയി ആ ഫോട്ടോയിലുള്ള ആളെ കാണിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ നിങ്ങൾക്കറിയുമോ എന്ന് ചോദിക്കുന്നു. അതേ മോനെ, ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസിൽ എല്ലാവരെക്കാളും അവൻ നന്നായി പഠിക്കുന്നവനാണ്. അവനാണ് എന്റെ ബെസ്റ്റ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ് അവന്റെ പേര് വിശ്രവപുത്രൻ എന്ന് പറഞ്ഞ് അവന്റെ കഥ പറയുന്നു. ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ വിശ്രവപുത്രൻ ഗ്രഹണ സമയത്താണ് ജനിക്കുന്നത്. ഗ്രഹണ സമയത്ത് ജനിച്ചതുകൊണ്ട് അവൻ വളരെ വിചിത്രമായ രീതിയിലാണ് പിറക്കുന്നത്. അവന്റെ മുഖവും കാലുകളും വളരെ വിചിത്രമായിരുന്നു. ഡോക്ടർ അവനെ ചെക്ക് ചെയ്തപ്പോൾ അവന് റിക്കറ്റ്സ് എന്ന അസുഖമുണ്ടെന്ന് പറയുന്നു. അതോടെ വിശ്രവപുത്രനെ അവന്റെ അച്ഛൻ വെറുക്കുന്നു. പക്ഷേ അവന്റെ അമ്മ അവനെ വളരെ സ്നേഹത്തോടെ നോക്കുകയും ദിവസവും സ്നേഹം നൽകുകയും ചെയ്യുന്നു. ഒരു ദിവസം അവൻ അമ്മയോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വന്ന് ഭാര്യയെ ശക്തിയായി അടിക്കുന്നു. അതോടെ വിശ്രവപുത്രന് ദേഷ്യം വന്ന് അച്ഛനെ തള്ളിയിടുന്നു. പിന്നീട് അവന്റെ അമ്മാവൻ അവനെ ഒരു സ്കൂളിൽ ചേർക്കുന്നു. അവിടെയുള്ള ഗുരു അവനെ പഠിപ്പിക്കുന്നു. ഒരു ദിവസം ഓമും സ്വാസ്റ്റിക് സിംബോളും വരയ്ക്കാൻ പറയുന്നു. കുട്ടികളെല്ലാം ആ സിംബോൾസ് നന്നായി വരയ്ക്കുന്നു. പക്ഷേ അവൻ ക്രോസ് സ്വാസ്റ്റിക് ആണ് വരയ്ക്കുന്നത്. ഒരു ദിവസം അവരുടെ ഗ്രാമത്തിലേക്ക് നഗരത്തിൽ നിന്ന് കുറച്ചുപേർ വന്ന് ഗ്രാമത്തിന്റെ ഒരറ്റത്തൊരു റേഡിയോ സ്റ്റേഷൻ സ്ഥാപിക്കുന്നു. ദിവസവും വാർത്തകൾ വായിക്കാൻ നല്ലൊരു ശബ്ദത്തിനായി അവർ ഓഡീഷൻസ് നടത്തുന്നു. റേഡിയോ സ്റ്റേഷനിൽ ജോലി ചെയ്യാനായി ഒരുപാട് പേർ അവരുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് അയക്കുന്നു. ഉടൻ തന്നെ വിശ്രവപുത്രനും അമ്മയുടെ അടുത്ത് ചെന്ന് റേഡിയോ സ്റ്റേഷനെക്കുറിച്ച് പറയുന്നു. വിശ്രവപുത്രന്റെ ശബ്ദം വളരെ നല്ലതാണെന്ന് അമ്മ പറഞ്ഞപ്പോൾ അവനും ശബ്ദം റെക്കോർഡ് ചെയ്ത് റേഡിയോ സ്റ്റേഷനിലേക്ക് അയക്കുന്നു. ആദ്യം അവൻ ഭയപ്പെടുന്നുണ്ടെങ്കിലും അമ്മ സ്നേഹത്തോടെ അടുത്ത് വിളിച്ചു പറഞ്ഞപ്പോൾ അവൻ സമ്മതിക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം റേഡിയോ സ്റ്റേഷനിലുള്ളവർ ഒരു ശബ്ദം തെരഞ്ഞെടുത്ത് എല്ലാവർക്കും കേൾപ്പിക്കുന്നു. ആ ശബ്ദം മറ്റാരുടെയുമല്ല, വിശ്രവപുത്രന്റേതാണ്. വിശ്രവപുത്രൻ അവന്റെ ശബ്ദം റേഡിയോ സ്റ്റേഷനിൽ കേട്ടപ്പോൾ വളരെ ഹാപ്പിയാകുന്നു. അതുപോലെ അവന്റെ അമ്മയും വളരെ സന്തോഷിക്കുന്നു. അമ്മ ആഗ്രഹിച്ചതുപോലെ അവനൊരു നല്ല ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഗ്രാമത്തിലുള്ളവരുടെ മുന്നിൽ വെച്ച് അവൻ നൃത്തം ചെയ്യുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഓഡിയോയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശബ്ദം വിശ്രവപുത്രന്റേതല്ലെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നു. കാരണം റേഡിയോയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശബ്ദം വേദവതി എന്ന പെൺകുട്ടിയുടേതാണ്. അതോടെ സത്യം മനസ്സിലാക്കിയ ഗ്രാമവാസികൾ വിശ്രവപുത്രനെ ചീത്ത വിളിച്ചു പോകുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന അവന്റെ അമ്മയ്ക്ക് ഒരുപാട് വിഷമം തോന്നുന്നു. അമ്മ അങ്ങനെ കരഞ്ഞതുകൊണ്ട് വിശ്രവപുത്രന് ആ പെൺകുട്ടിയോട് ദേഷ്യം വന്ന് ഉടൻ തന്നെ റേഡിയോ സ്റ്റേഷനിലേക്ക് പോകുന്നു. അതിനുശേഷം അവനെ ക്രൂരമായി കൊന്നുകളഞ്ഞെന്ന് ഗുരു പറയുന്നു. അതോടെ അവന്റെ ഫ്ലാഷ് ബാക്ക് അവസാനിക്കുന്നു. അങ്ങനെ രാഘവ് വിശ്രവപുത്രനോട് നടന്ന അനീതിയിൽ വിഷമിച്ച് കാറിൽ യാത്ര ചെയ്യുന്നു. അപ്പോൾ ഒരു നായ വഴിയിൽ കുറുകെ വന്ന് അവൻ അതിനെ തട്ടുന്നു. ആ നായ പറന്ന് ഒരു ശ്മശാനത്തിൽ പോയി വീഴുന്നു. ആ നായയെ അന്വേഷിച്ച് അവർ ശ്മശാനത്തിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അവർക്ക് ഒരു ഷോക്കിംഗ് കാര്യം മനസ്സിലാകുന്നു. നേരത്തെ അവർക്ക് ഗുരു വിശ്രവപുത്രന്റെ ഫ്ലാഷ് ബാക്ക് പറഞ്ഞുകൊടുത്തു അല്ലേ? ആക്ച്വലായിട്ട് അദ്ദേഹം 2007 തന്നെ മരിച്ചുപോയിരുന്നു. അപ്പോൾ അവർക്ക് കഥ പറഞ്ഞുകൊടുത്തത് മറ്റാരുമല്ല, വിശ്രവപുത്രൻ തന്നെയാണ്. അവന്റെ കഥ അവൻ തന്നെ മഹത്വപ്പെടുത്തി പറയുന്നു. ഗുരു മരിച്ചുപോയെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ഭയപ്പെടുന്നു. അപ്പോൾ വിശ്രവപുത്രൻ വന്ന് അവരെ കൊല്ലാൻ ശ്രമിക്കുന്നു. അവൻ കൊല്ലുമോ എന്ന് ഭയന്ന് അവർ ഓടുമ്പോൾ മൈഥിലിയുടെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് ലൈറ്റ് താഴെ വീണ് അത് പൊട്ടിപ്പോകുന്നു. അവനെ തടയാൻ ആ ടോർച്ച് ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതും പൊട്ടിപ്പോയതുകൊണ്ട് അവൻ ഒരു ലോറി ഉപയോഗിച്ച് അവരുടെ കാർ ഇടിക്കുന്നു. ആ അപകടത്തിൽ നായകനൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ മൈഥിലിക്ക് ഒരുപാട് പരിക്കുകൾ പറ്റുന്നു. അപ്പോഴാണ് നമുക്കൊരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ആക്ച്വലായിട്ട് രാഘവ് ചെറുപ്പത്തിൽ അച്ഛന്റെ വാഹനം ഓടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അപ്രതീക്ഷിതമായി അപകടം സംഭവിച്ച് അച്ഛൻ സംഭവസ്ഥലത്ത് വെച്ച് മരിക്കുന്നു. പക്ഷേ രാഘവ് രക്ഷപ്പെടുന്നു. ആക്ച്വലായിട്ട് രാഘവച്ചന്റെ വാഹനം ആക്സലറേറ്റ് ചെയ്തപ്പോഴാണ് ആ അപകടം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് രാഘവിന് ഒരു ജീവന്റെ വില മനസ്സിലായത്. ഇപ്പോൾ മൈഥിലിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് അവൻ വളരെ ടെൻഷനിലാകുന്നു. അതിനുശേഷം പുറത്തേക്ക് വന്ന് സംഭവിച്ചതെല്ലാം അവൻ ഒന്നുകൂടി ഓർത്തെടുക്കുന്നു. അപ്പോൾ അവനൊരു ക്ലൂ കിട്ടുന്നു. ആക്ച്വലായിട്ട് റേഡിയോയിലുള്ള ശബ്ദം വേദവതിയുടേതാണെന്ന് ജൂലൈ 28 പോസ്റ്ററുകളിൽ കൊടുക്കുന്നു. പക്ഷേ ഓഗസ്റ്റ് 9
രാഘവനാണ് റേഡിയോ സ്റ്റേഷൻ ആരംഭിച്ചവർ മരിച്ചത്. അതായത് 12 ദിവസത്തെ ഇടവേളയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവന് സംശയം തോന്നുന്നു. അപ്പോൾ മൈഥിലിയുടെ അടുത്ത് ആ വിശ്രവപുത്രൻ വന്ന് അവളോട് സംസാരിക്കുന്നു. നിന്റെ ബോയ്ഫ്രണ്ടിനെ ആരാണ് രക്ഷിക്കുന്നത്? അവൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മരിക്കേണ്ടതായിരുന്നു, പക്ഷേ മരിച്ചില്ല. ഇപ്പോൾ ആക്സിഡന്റിൽ മരിക്കേണ്ടതായിരുന്നു, എന്നിട്ടും അവനൊന്നും സംഭവിച്ചില്ല. അവനെ ആരാണ് രക്ഷിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടുന്നു. ഇവിടെ രാഘവന് വിശ്രവപുത്രനെക്കുറിച്ച് ഒരു കാര്യം വ്യക്തമാകുന്നില്ല. എന്തിനാണ് അവൻ അവന്റെ കഥ നമുക്ക് പറഞ്ഞുകൊടുത്തത്? അതുപോലെ ശ്മശാനത്തിൽ പ്രത്യക്ഷപ്പെടേണ്ട ആവശ്യമെന്താണ്? അവന് വിചാരിച്ചാൽ എങ്ങനെയെങ്കിലും നമ്മളെ കൊല്ലാം, പക്ഷെ ഓരോ തവണയും എന്തിനാണ് ഭയപ്പെടുത്തുന്നത് എന്ന് അവൻ ചിന്തിക്കുന്നു. അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാകുന്നത്. അവൻ ഇതെല്ലാം ചെയ്യുന്നത് മൈഥിലിയുടെ ശരീരത്തിൽ പ്രവേശിക്കാനാണ്. കാരണം മൈഥിലിയാണ് ആദ്യം അവന്റെ കഥയുമായി കണക്ട് ചെയ്തത്. അതുപോലെ ശ്മശാനത്തിൽ അവനെ കണ്ടപ്പോൾ അവൾ ഒരുപാട് ഭയപ്പെട്ടു. അതുകൊണ്ട് ആരുടെയൊക്കെ ശരീരത്തിലേക്ക് കയറാൻ കഴിയുമെന്ന് അവൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അവന്റെ കഥയുമായി കണക്ട് ചെയ്ത് ഭയപ്പെടുന്നവരുടെ ശരീരത്തിലേക്ക് പ്രേതത്തിന് എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിയും. അതുകൊണ്ടാണ് മൈഥിലി അവനെ കണ്ട് ഭയപ്പെട്ടതുകൊണ്ട് അവൻ എളുപ്പത്തിൽ മൈഥിലിയുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമെന്ന് അവൻ മനസ്സിലാക്കുന്നു. സത്യം മനസ്സിലാക്കിയ രാഘവ് ഉടൻ തന്നെ റൂമിലേക്ക് പോയി മൈഥിലിയെ നോക്കിയപ്പോൾ അവൾ പ്രേതത്തെപ്പോലെയായി ഒരു ഭിത്തിയിലിരിക്കുന്നു. അവളെ കണ്ട് രാഘവ് ഷോക്കുമായി അവളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ മൈഥിലിയുടെ ശരീരത്തിലുള്ള വിശ്രവപുത്രൻ രാഘവിനെ ആക്രമിക്കുന്നു. ഉടൻ തന്നെ രാഘവ് ഒരു മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്ത് അവളെ കിടത്തുന്നു. ഇപ്പോൾ 8 മണിക്കൂറോളം അവൾ എഴുന്നേൽക്കില്ലാത്തതുകൊണ്ട് ഈ സമയത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ അവൻ ശ്രമിക്കുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു ഓക്സിജൻ സിലിണ്ടർ കാണുന്നു. ആ സിലിണ്ടർ കണ്ടപ്പോൾ അവന് റേഡിയോ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന സിലിണ്ടർ ഓർമ്മ വരുന്നു. ഉടൻ തന്നെ ഗ്യാസ് എത്തിക്കുന്ന സുരേന്ദർ എന്ന വ്യക്തിയെ കണ്ട് അവനെ ഒരുപാട് അടിച്ചിട്ട് റേഡിയോ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന സിലിണ്ടർ കാണിച്ച്, ഈ സിലിണ്ടർ നീയാണോ റേഡിയോ സ്റ്റേഷനിലേക്ക് അയച്ചത് എന്ന് ചോദിക്കുന്നു. അതെ സർ, ഞാൻ തന്നെയാണ് അയച്ചത് എന്ന് പറഞ്ഞ് അവൻ വീണ്ടും വിശ്രവപുത്രന്റെ ഫ്ലാഷ് ബാക്ക് പറയുന്നു. ആക്ച്വലായിട്ട് ആ റേഡിയോ സ്റ്റേഷൻ തുടങ്ങിയത് സുരേന്ദറിന്റെ സഹോദരൻ വാലിയാണ്. വാലി ചെറുപ്പം മുതൽ വേദവതിയെ ലവ് ചെയ്യുന്നു. അവളും അവനെ ലവ് ചെയ്യുന്നു. അതുകൊണ്ട് രണ്ടുപേരും കൂടി വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ ഇതിനിടയിൽ ഈ വിശ്രവപുത്രൻ വരുന്നു. ആക്ച്വലായിട്ട് അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് വിശ്രവപുത്രന്റെ ശബ്ദമല്ല, വേദവതിയുടെ ശബ്ദമാണ്. അവളുടെ ശബ്ദം തിരഞ്ഞെടുത്ത് പോസ്റ്റേഴ്സിൽ കൊടുക്കുന്നു. പോസ്റ്ററിൽ വേദവതിയുടെ ഫോട്ടോ കണ്ടപ്പോൾ വിശ്രവപുത്രന് ദേഷ്യം വന്ന് ഉടൻ തന്നെ റേഡിയോ സ്റ്റേഷനിൽ പോയി വേദവതിയെ ഒരുപാടടിച്ച് അവളുടെ ശരീരത്തിലുണ്ടായിരുന്ന സാരിയെടുത്ത് അവൻ ഉടുക്കുന്നു. അതുപോലെ അവളെ നഗ്നയായി പുറത്തേക്ക് വിടുന്നു. അവൾ അങ്ങനെ സാരിയില്ലാതെ പോയപ്പോൾ ഗ്രാമത്തിലുള്ളവർ അവളെ കണ്ട് വളരെ മോശമായി സംസാരിക്കുന്നു. അതോടെ അവൾ വീട്ടിൽ പോയി തൂങ്ങി മരിക്കുന്നു. ഇവിടെ വിശ്രവപുത്രൻ വാലിയുടെ അടുത്ത് വന്ന് നിൽക്കുന്നു. വേദവതിയുടെ സാരിയും പൂക്കളും വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് അവനെക്കുറിച്ച് സംശയം തോന്നി വിശ്രവപുത്രനെ അടിക്കുന്നു. അവനും അവിടെയുള്ള എല്ലാവരെയും അടിച്ചിട്ട്, ഇന്നു മുതൽ റേഡിയോയിൽ എന്റെ ശബ്ദം മാത്രമേ കേൾക്കാവൂ, ഇത് എന്റെ അമ്മയുടെ ആഗ്രഹമാണ്, അതുകൊണ്ട് വീണ്ടും എന്റെ ശബ്ദം റെക്കോർഡ് ചെയ്യണം എന്നാവശ്യപ്പെടുന്നു. പക്ഷേ അവർ ഒട്ടും സമ്മതിക്കുന്നില്ല. ഞങ്ങളുടെ റേഡിയോ സ്റ്റേഷനിൽ വന്ന് ഞങ്ങളെ വാണിംഗ് കൊടുക്കുകയാണോ എന്ന് പറഞ്ഞ് വിശ്രവപുത്രനെ അടിച്ചു കെട്ടിയിടുന്നു. വാലിക്ക് വേദവതി മരിച്ചെന്നറിഞ്ഞപ്പോൾ ഒരുപാട് കരയുന്നു. ഉടൻ തന്നെ അവന്റെ അനിയന്റെ അടുത്തുനിന്ന് ഒരു പ്രത്യേകതരം ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവന്ന് വിശ്രവപുത്രന്റെ അടുത്ത് വെക്കുന്നു. ആ ഗ്യാസ് അവനെ ഉറങ്ങാൻ അനുവദിക്കില്ല. അതുപോലെ അവന്റെ കണ്ണുകളിലേക്ക് ടോർച്ച് ലൈറ്റ് വെച്ച് ആ മുറിയിൽ ഗ്യാസ് തുറന്നുവിട്ട് അവർ പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ദിവസവും 2-3 സിലിണ്ടേഴ്സ് കൊണ്ടുവന്ന് മുറിയിലിടുന്നു. അങ്ങനെ 12 ദിവസങ്ങൾക്ക് ശേഷം വിശ്രവപുത്രൻ ക്രൂരമായി മരിക്കുന്നു. അതിനുശേഷം അവരെല്ലാവരും കൂടി വിശ്രവപുത്രനെ കിഷ്കിന്ധാപുരി റെയിൽവേ ട്രാക്കിന്റെ അടുത്ത് കുഴിച്ചിടുന്നു. അവനെ കുഴിച്ചിട്ട് അതേ ദിവസം തന്നെ വിശ്രവപുത്രൻ പ്രേതമായി മാറി അവരെല്ലാവരെയും കൊല്ലുന്നു. സത്യം മനസ്സിലാക്കിയ രാഘവ് ഇതെല്ലാം അവൻ അവന്റെ അമ്മയ്ക്ക് വേണ്ടിയാണോ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ സുരേന്ദർ ഒരു ഷോക്കിംഗ് ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്നു. സത്യത്തിൽ വിശ്രവപുത്രൻ ഒരു മെന്റൽ പേഷ്യന്റാണ്. അവൻ ജനിച്ചപ്പോൾ തന്നെ അവന്റെ അമ്മ മരിക്കുന്നു. അവന്റെ അമ്മ മരിച്ചതിനു ശേഷം അവൻ ഒറ്റയ്ക്ക് വളരുന്നു. അവന്റെ അച്ഛനും അവനെ നോക്കാതിരുന്നതുകൊണ്ട് അവൻ വളരെ വിഷമിക്കുന്നു. ഒരു ദിവസം അമ്മയുടെ സാധനങ്ങൾ എടുക്കുമ്പോൾ അതിൽ അമ്മ ഉപയോഗിച്ച ഒരു കണ്ണാടി കാണുന്നു. ആ കണ്ണാടിയിൽ അമ്മയെ കണ്ടതുപോലെ തോന്നിയതുകൊണ്ട് ദിവസവും അമ്മ ശരിക്കും അവന്റെ അടുത്തുണ്ടെന്ന് അവൻ സങ്കല്പിക്കുന്നു. അതുപോലെ അവനോടൊപ്പം കളിക്കുന്നതും അവന് ആഹാരം വാരിക്കൊടുക്കുന്നതുമെല്ലാം അവൻ ഇമാജിൻ ചെയ്യുന്നു. പക്ഷേ സത്യത്തിൽ അവന്റെ അമ്മയില്ല. ഒരു ദിവസം അച്ഛൻ അവനോട് ഒരുപാട് ദേഷ്യം വരുന്നു. കാരണം എല്ലാ ദിവസവും അവൻ അതേ കണ്ണാടിയുമായി ഇരിക്കുന്നു. അതോടെ അച്ഛന് എന്തു ചെയ്യണമെന്നറിയാതെ കണ്ണാടി താഴെയിടുന്നു. അങ്ങനെ കണ്ണാടിയെ അവൻ അമ്മയായി കരുതിയിരുന്നതുകൊണ്ട് അമ്മയെ അടിച്ചതിന് അവൻ അച്ഛനെ കൊല്ലുന്നു. അവന്റെ കഥ മുഴുവൻ കേട്ടപ്പോൾ രാഘവ് ഷോക്കാകുന്നു. ഇതിന് ഒരു പരിഹാരവുമില്ലേ എന്ന് സുരേന്ദറിനോട് ചോദിക്കുമ്പോൾ സുരേന്ദർ ഒരു പരിഹാരം കാണിച്ചു കൊടുക്കുന്നു. ആക്ച്വലായിട്ട് റേഡിയോ സ്റ്റേഷൻ ഒരു സ്വാമിയാണ് അടച്ചുപൂട്ടിയത് അല്ലേ? വീണ്ടും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയാൽ എന്തെങ്കിലും പരിഹാരം കിട്ടുമോ എന്ന് പറഞ്ഞ് അവൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. പക്ഷെ അവിടെ പോയി നോക്കിയപ്പോൾ സ്വാമി അവിടെയില്ല. അദ്ദേഹം ഒരുപാട് കാലം മുമ്പേ മരിച്ചെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ ശിഷ്യനുണ്ട്. ഇവനും പ്രേതങ്ങളെ ഒഴിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. രാഘവ് വന്നപ്പോൾ അവന്റെ അടുത്ത് പോയി രാഘവിന്റെ കയ്യിൽ കൈവച്ച്
ഒരു രുദ്രാക്ഷം ഉപയോഗിച്ച് സംഭവിച്ചതെല്ലാം മനസ്സിലാക്കി ഒരു ഷോക്കിംഗ് കാര്യം പറയുന്നു. ആക്ച്വലായിട്ട് വിശ്രവപുത്രൻ അവന്റെ പ്രതികാരം തീർത്തല്ലോ, അതുകൊണ്ട് അവൻ ഈ ലോകം വിട്ടുപോകേണ്ടതായിരുന്നു. പക്ഷേ അവൻ റേഡിയോ സ്റ്റേഷനിൽ എന്തിനാണ് കറങ്ങി നടക്കുന്നതെന്ന് സ്വാമി പറയുന്നു. ആക്ച്വലായിട്ട് വിശ്രവപുത്രന്റെ അമ്മ, അതായത് ആ കണ്ണാടി, അന്ന് സ്വാമി മന്ത്രം ജപിച്ച് റേഡിയോ സ്റ്റേഷൻ അടച്ചുപൂട്ടിയതിനു ശേഷം അവന്റെ ആത്മാവ് പുറത്തായി. അവന്റെ അമ്മയാകട്ടെ അകത്തും. അതുകൊണ്ട് അവന് അവന്റെ അമ്മയെ, അതായത് ആ കണ്ണാടിയെ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവന് ഒരുപാട് ദേഷ്യം വരുന്നു. എന്നിട്ടും അവൻ ശരിയായ സമയത്തിനായി കാത്തിരുന്നു. എപ്പോഴാണോ രാഘവും അവന്റെ ടീമും റേഡിയോ സ്റ്റേഷനിലേക്ക് വന്നത്, അപ്പോൾ അവൻ അവരുടെ കൂടെ അകത്തേക്ക് വന്നു. ആക്ച്വലായിട്ട് മൈഥിലിയാണ് അവന്റെ കണ്ണാടി കാണുന്നത്. പക്ഷേ കണ്ണാടിക്ക് ഒരുപാട് പഴക്കമുള്ളതുകൊണ്ട് അതിന്റെ അകത്തുനിന്ന് പുഴുക്കൾ പുറത്തേക്ക് വരുന്നു. അതോടെ അവൾ ഭയന്ന് കണ്ണാടി താഴെയിടുന്നു. അതുപോലെ അവിടെയുള്ളവരെല്ലാം കണ്ണാടിയെ ചവിട്ടി പൊട്ടിക്കുന്നു. അപ്പോഴാണ് കണ്ണാടി പൊട്ടിപ്പോയെന്ന് വിശ്രവപുത്രൻ മനസ്സിലാക്കുന്നത്. അതായത് അവരെല്ലാവരും കൂടി ഇപ്പോൾ അവന്റെ അമ്മയെ കൊന്നുകളഞ്ഞു എന്ന പോലെ. അതുകൊണ്ടാണ് അമ്മയെ കൊന്ന അവരെല്ലാവരെയും കൊല്ലാൻ അവൻ പദ്ധതിയിടുന്നത്. പക്ഷെ അവൻ ആദ്യം രാഘവനെ കൊന്നിട്ട് ബാക്കിയുള്ളവരെ കൊല്ലുമെന്ന് പറഞ്ഞില്ലേ? പക്ഷെ നമ്മുടെ രാഘവ് മരിക്കുന്നില്ല, ഓരോ തവണയും രക്ഷപ്പെടുന്നു. ആക്ച്വലായിട്ട് ഇത് കഥയാണ്. ഇപ്പോൾ സംഭവിച്ചതെല്ലാം സ്വാമി രാഘവിനോട് പറയുന്നു. ശരി സ്വാമി, ഇപ്പോൾ അവനെ തടയണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ സ്വാമി ഒരു പരിഹാരം പറയുന്നു. അവനുമായി ബന്ധപ്പെട്ട 3 ശക്തികൾ ഇപ്പോഴും ഈ ലോകത്തിലുണ്ട്. അത് നീ സമ്പാദിച്ച് എന്റെ അടുത്ത് കൊണ്ടുവന്നാൽ ഞാൻ അവനെ ബന്ധിക്കാം. ആ ശക്തികൾ ഡിസയർ, ത്രൂ, ആക്ഷൻ എന്നിവയാണ്. ഈ 3 പവർഫുൾ ശക്തികളും അവന്റെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ട് എവിടെയൊക്കെയോ ആണ് ഇരിക്കുന്നത്. അവ സാധനങ്ങളുടെ രൂപത്തിൽ പുറത്തുണ്ടായിരിക്കാം. അവ എന്താണെന്ന് മനസ്സിലാക്കി എന്റെ അടുത്ത് കൊണ്ടുവരൂ, അതിനുശേഷം ഞാൻ അവനെ ബന്ധിക്കാം എന്ന് പറഞ്ഞ് അയക്കുന്നു. അതിനുശേഷം സ്വാമി മൈഥിലിയുടെ അടുത്ത് പോയി അവളെ കെട്ടിയിടുന്നു. കാരണം മൈഥിലിയുടെ ഉള്ളിൽ വിശ്രവപുത്രൻ ഉള്ളതുകൊണ്ടാണ്. അവൾ വളരെ ഉറക്കെ അലറി എല്ലാവരെയും ഉണർത്താൻ ശ്രമിക്കുന്നു. പക്ഷെ അവൾക്ക് കെട്ടഴിക്കാൻ കഴിയുന്നില്ല. മറ്റൊരു വശത്ത് രാഘവ് അവന്റെ 3 സാധനങ്ങൾ തിരഞ്ഞ് കണ്ടെത്താൻ തയ്യാറാകുന്നു. പക്ഷേ അവന്റെ 3 സാധനങ്ങൾ എന്താണെന്നറിയാത്തതുകൊണ്ട് ആദ്യം അവന്റെ ശരീരം കുഴിച്ചിട്ട സ്ഥലത്ത് പോയി എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കുന്നു. അവരെ തടയാൻ വിശ്രവപുത്രൻ ഒരുപാട് ശ്രമിക്കുന്നു. പക്ഷെ രാഘവ് അവൻ വെച്ച കെണിയിൽ വീഴുന്നില്ല. പിന്നീട് വിശ്രവപുത്രൻ വീട്ടിൽ പോയി എന്തെങ്കിലും ക്ലൂസ് കിട്ടുമോ എന്ന് നോക്കുന്നു. കുറേ നേരം തിരിഞ്ഞതിനുശേഷം ഒരു ചെസ് ബോർഡ് കാണുന്നു. ആക്ച്വലായിട്ട് അവൻ അമ്മയോടൊപ്പം കളിക്കുന്നതായി സങ്കല്പിച്ച് ചെസ് കളിച്ചിരുന്നു. അതുകൊണ്ട് അവന്റെ 3 ശക്തികളിൽ ഒന്ന് ചെസ് ബോർഡായിരിക്കാം, അതായത് ജ്ഞാനശക്തിയുമായി ബന്ധപ്പെട്ട സാധനമായിരിക്കാം എന്ന് പറഞ്ഞ് അതെടുക്കുന്നു. അടുത്തത് അവന്റെ ആഗ്രഹം, അതായത് അമ്മയുടെ ആഗ്രഹം. അവന്റെ ശബ്ദം ലോകം മുഴുവൻ കേൾക്കണമെന്നാണല്ലോ. അതുകൊണ്ട് രണ്ടാമത്തേത് വിൽ പവറുമായി ബന്ധപ്പെട്ട റേഡിയോയും എടുക്കുന്നു. ഇനി 3ാമത്തെ സാധനത്തിനായി അവൻ ഒരുപാട് സ്ഥലങ്ങളിൽ തിരയുന്നു. എന്നിട്ടും എവിടെയും കാണുന്നില്ല. അങ്ങനെ കിട്ടിയ 2 സാധനങ്ങൾ എടുത്ത് സ്വാമിക്ക് കൊടുത്തപ്പോൾ, സ്വാമി, എനിക്ക് 2 സാധനങ്ങൾ മാത്രമേ കിട്ടിയുള്ളൂ. ഈ 2 സാധനങ്ങൾ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. ഇല്ല മോനെ, 3ാമത്തെ സാധനവും വേണം എന്ന് പറയുന്നു. അപ്പോഴേക്കും വിശ്രവപുത്രൻ അവന്റെ കെട്ടഴിച്ച് എല്ലാവരെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അതുപോലെ നിങ്ങൾ ജപിക്കുന്ന മന്ത്രങ്ങളോ പഞ്ചഭൂതങ്ങളോ എന്നെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് രാഘവനെ ഉൾപ്പെടെ അവിടെയുള്ള എല്ലാവരെയും അടിക്കുന്നു. വീണ്ടും രാഘവന്റെ അടുത്ത് വന്ന് അവന്റെ കയ്യിൽ പിടിച്ചപ്പോൾ അവന് ഷോക്കടിക്കുന്നു. കാരണം സിനിമയുടെ തുടക്കത്തിൽ ഒരു പൂജാരി രാഘവിന് ശ്രീരാമന്റെ അടുത്ത് വെച്ച ഒരു ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ആ ബ്രേസ്ലെറ്റ് രാഘവനെ രക്ഷിക്കുന്നു. ഇപ്പോൾ മാത്രമല്ല, വിശ്രവപുത്രൻ രാഘവനെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴെല്ലാം ആ ബ്രേസ്ലെറ്റ് അവനെ രക്ഷിക്കുന്നു. ആ കാര്യം രാഘവന് മനസ്സിലാകുന്നു. ഉടൻ തന്നെ അവൻ ഒന്നും ആലോചിക്കാതെ ആ ബ്രേസ്ലെറ്റ് എടുത്ത് മൈഥിലിയുടെ കയ്യിൽ കെട്ടുന്നു. അങ്ങനെ കെട്ടിയപ്പോൾ മൈഥിലിയുടെ ശരീരത്തിൽ നിന്ന് വിശ്രവപുത്രൻ പുറത്തുപോകുന്നു. അവളും സാധാരണ നിലയിലാകുന്നു. ഉടൻ തന്നെ വിശ്രവപുത്രൻ രാഘവിന്റെ സോളിനെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോയി രാഘവിനോട് അവന്റെ ചെറുപ്പത്തിൽ നടന്ന ആക്സിഡന്റിനെക്കുറിച്ച് സംസാരിക്കുന്നു. നോക്ക് രാഘവ്, ചെറുപ്പത്തിൽ നിന്റെ അച്ഛനെ നീയാണ് കൊന്നത്. നീയാണ് വാഹനം ഓടിക്കണമെന്ന് വാശി പിടിച്ച് ആക്സിഡന്റ് ഉണ്ടാക്കിയത്. നീയാണ് നിന്റെ അച്ഛനെ കൊന്നിട്ട് തെറ്റൊന്നും ചെയ്യാത്തതുപോലെ ഹാപ്പിയായി ജീവിക്കുന്നത്. സത്യത്തിൽ നീയാണ് നിന്റെ അച്ഛനെ കൊന്നത് എന്ന് പറഞ്ഞ് രാഘവിന്റെ മനസ്സുമായി കളിക്കുന്നു. അങ്ങനെ പറഞ്ഞ് രാഘവിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. ശരിക്കും രാഘവ് അവന്റെ ജീവൻ എടുക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന മൈഥിലി രാഘവിനെ സഹായിച്ച്, നോക്ക് രാഘവ്, അവൻ നിന്നോട് കളിക്കുകയാണ്. നിന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് നിന്നെക്കൊണ്ട് സ്വയം കുത്തിമരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നീ നിന്റെ മനസ്സിലുള്ള അവനെ തോൽപ്പിക്കൂ, അപ്പോൾ നമുക്ക് അവനെ കൊല്ലാൻ കഴിയും എന്ന് പറയുന്നു. മൈഥിലി പറഞ്ഞത് കേട്ട് അവൻ വിശ്രവപുത്രനുമായി വഴക്കിടുന്നു. കുറേ നേരം വഴക്കിട്ടതിനു ശേഷം രാഘവ് വിശ്രവപുത്രന്റെ കഴുത്തിലുണ്ടായിരുന്ന തകിട് പുറത്തെടുക്കുന്നു. അതോടെ അവൻ പോകുന്നു. ഇനി രാഘവിന്റെ സോൾ ഇന്നത്തെ കാലത്തേക്ക് വന്ന് ആ തകിട് തിരയാൻ മൈഥിലിയോട് പറഞ്ഞ് അയക്കുന്നു. അവൾ തിരഞ്ഞ് അതെടുത്തുകൊണ്ടുവരുന്നു. ഇനി അവിടെയുള്ള സ്വാമിമാരെല്ലാം രാഘവിനെ ബന്ധിച്ച് പൂജകൾ ചെയ്യാൻ തുടങ്ങുന്നു. അവന്റെ സാധനങ്ങൾ ഉപയോഗിച്ച് അവന്റെ ആത്മാവിനെ ബന്ധിക്കുന്നു. അവന്റെ ആത്മാവ് പോയപ്പോൾ എല്ലാവരും വളരെ ഹാപ്പിയാകുന്നു. അടുത്ത രംഗത്തിൽ രാഘവും മൈഥിലിയും ബീച്ചിൽ നടക്കുമ്പോൾ രാഘവിന് ഒരു സംശയം തോന്നുന്നു. എന്തുകൊണ്ടാണ് ആർക്കും കാണാൻ കഴിയാത്ത അവന്റെ അമ്മയെ
അവന് മാത്രം കണ്ണാടിയിൽ കാണാൻ കഴിഞ്ഞത്? അതുപോലെ നിഷ്കളങ്കനായിരുന്ന അവൻ പെട്ടെന്ന് ഒരു രാക്ഷസനായി മാറിയത് എന്തുകൊണ്ടാണ്? സംഭവിച്ചതെല്ലാം നോക്കുമ്പോൾ ആ രാക്ഷസ സ്വഭാവം അവന്റെ അമ്മയിൽ നിന്ന് വന്നതായിരിക്കാമെന്ന് അവൻ മൈഥിലിയോട് പറയുന്നു. അപ്പോഴാണ് പാസ്റ്റ് കാണിക്കുന്നത്. ശരിക്കും വിശ്രവപുത്രന്റെ പിന്നിൽ അവന്റെ അമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ അവന്റെ അമ്മയെ കണ്ണാടിയിൽ കാണുന്നു. അതോടെ ഈ സിനിമ അവസാനിക്കുന്നു. ഫ്രണ്ട്സ്, സിനിമ എങ്ങനെയുണ്ടായിരുന്നുവെന്ന് കമന്റ് ചെയ്യുക.